ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇതൊരു കൊടുംകാടിന് നടുവിലുള്ള സ്ഥലമാണെന്ന് ആരും കരുതരുത്. ഇത് പുനലൂർ പട്ടണത്തിന്റെ ഹൃദയഭാഗമാണ്. തൊട്ടടുത്ത് സർക്കാർ സ്കൂളാണ്. പെൺപള്ളിക്കൂടം എന്നറിയപ്പെടുന്ന LPGS. ഈ കാട് മൂടിക്കിടക്കുന്നത് സ്കൂളിന് സമീപത്തു കൂടി കടന്നു പോകുന്ന പടവുകൾ നിറഞ്ഞ വഴിയിലാണ്. പുനലൂർ തൂക്കുപാലം മുഹൂർത്തിക്കാവ് റോഡിൽ നിന്നും സബ് രജിസ്ട്രാർ ഓഫീസിലേക്കും മൃഗാശുപത്രിയുടെയും പഴയ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസിന് മുന്നിലേക്കും എത്തുന്ന വഴി. പുനലൂർ നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുമ്പോഴാണ് ടൗൺ വാർഡിൽ ഉൾപ്പെടുന്ന ഈ സ്ഥലം ഇങ്ങനെ കാട് മൂടി പാമ്പ് വളർത്തൽ കേന്ദ്രമായി കിടക്കുന്നത്. ഈ ഭാഗത്തുകൂടി ആരെങ്കിലും അബദ്ധത്തിലെങ്കിലും കാൽനടയായി പോയാൽ ലക്ഷ്യത്തിലെത്തിയാൽ എത്തിയെന്ന് പറയാം. സ്കൂളുകൾ തുറക്കാൻ ഇനി അധിക നാളുകളില്ല. സ്കൂൾ പരിസരവും കാട് മൂടി കിടക്കുകയാണ്. വാർഡുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണം നടക്കുന്നതായി വലിയ പ്രചരണവും വിളംബരവുമൊക്കെ നടക്കുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം വാർഡുകളിലും പാതയോരങ്ങൾ ഉൾപ്പെടെ കാട് മൂടിക്കിടക്കുകയാണ്. നിലവിൽ പുനലൂർ നഗരസഭ യുവ പ്രാതിനിധ്യമുള്ള സഭയാണ്. രാഷ്ട്രീയ ഭേദമന്യേ പ്രവർത്തന നിരതരുമാണ്. എന്നാൽ നാടിനാവശ്യമായ കാര്യങ്ങളിൽ ഇവരുടെ സജീവമായ ഇടപെടലുകൾ ഉണ്ടാകാത്തതിൽ ജനങ്ങൾ അതൃപ്തരാണ്. നാടിന്റെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ യുവനിരയെ മുതിർന്ന നേതാക്കൾ കൂച്ചുവിലങ്ങിടുന്ന അണിയറക്കളികളും നടക്കുന്നുണ്ട്. നാട് കാടായി മാറുമ്പോഴും ഇതൊന്നും അറിയാത്ത മട്ടിലാണ് നഗരസഭയിലെ ജനപ്രതിനിധികൾ. സ്കൂളുകളിൽ കുട്ടികളുടെ പ്രവേശനം നടക്കുന്ന സമയത്ത് ഇങ്ങനെ കാട് മൂടിക്കിടക്കുന്ന പരിസരമുള്ള ഒരു സ്കൂളിലേക്ക് കുട്ടികളെ അയക്കാൻ രക്ഷിതാക്കൾ ഭയക്കും. അങ്ങനെ ഒരു സർക്കാർ സ്കൂളിന് കൂടി അടച്ചുപൂട്ടേണ്ട അവസ്ഥയുണ്ടാകും. കാട് മൂടിയ ഈ വഴിയിലൂടെ കടന്നു പോകുന്നവർക്ക് പാമ്പുകടി ഏൽക്കുകയോ മറ്റനിഷ്ടങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ മാത്രമേ നടപടി ഉണ്ടാകൂ എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മുക്കും മൂലയുമെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ട പകർച്ചവ്യാധിയുടെ കാലമാണ് ഇനി വരാനിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിവുള്ളതാണ്. എന്നാൽ പട്ടണ നടുവിൽ ഈ സ്ഥലം ഇങ്ങനെ തുടരുന്നത് ബന്ധപ്പെട്ടവരുടെ അലംഭാവം കാരണമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ.